യമൻ പൗരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിൽ സഹായിക്കാമെന്ന് ഇറാൻ. മാനുഷിക പരിഗണന എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഇടപെടുമെന്നും സഹായിക്കാമെന്നും ഇറാന്റെ മുതിർന്ന വിദേശകാര്യ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് ഇക്കാര്യം അറിയിച്ചത്. 2 ദിവസം മുമ്പാണ് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് റാഷദ് അൽ അലിമി അനുമതി നൽകിയത്. 1 മാസത്തിനകം തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാനായിരുന്നു പ്രസിഡന്റ് അനുമതി നൽകിയത്. 2017 യമൻ പൗരനെ കൊലപ്പെടുത്തിയ നിമിഷപ്രിയ 2018 മുതൽ ഇവിടെ ജയിലിലാണ്. പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയായ നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പലതവണ നടത്തിയിരുന്നുവെങ്കിലും ഇത് വിജയം കണ്ടില്ല. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി നിമിഷപ്രിയയുടെ കുടുംബം പലതവണ ആശയവിനിമയം നടത്തിയിരുന്നു. കുറച്ചുനാൾ മുമ്പ് മലയാളി യുവതിയുടെ അമ്മയും മോചന ചർച്ചയ്ക്കായി യമനിലെത്തി. എന്നാൽ ഇതൊന്നും വിജയം കണ്ടില്ല. ചർച്ചകൾക്ക് യമൻ പൗരന്റെ കുടുംബം തയ്യാറായില്ല. ഇതിന് പിന്നാലെയാണ് വധശിക്ഷ നടപ്പിലാക്കാൻ പ്രസിഡന്റ് അനുമതി നൽകിയത്. തലാൽ അബ്ദുൽ മഹ്ദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നതാണ് നിമിഷപ്രിയയ്ക്കെതിരെ രേഖപ്പെടുത്തിയിരിക്കുന്ന കേസ്. 2012 നിമിഷ യമനിൽ നഴ്സായി ജോലിക്ക് പോകുന്നത്. തൊടുപുഴ സ്വദേശിയായ ഭർത്താവ് ടോമിയുമൊത്തായിരുന്നു യാത്ര. ടോമി സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ഒരു ക്ലിനിക്കിലും ജോലി ആരംഭിച്ചു. ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൽ മഹ്ദിയെ പരിചയപ്പെടുന്നത്. ഈ പരിചയം വളർന്ന പരസ്പര പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാമെന്ന് ഇരുവരും തീരുമാനിച്ചു. ക്ലിനിക്ക് തുടങ്ങാൻ യമൻ പൗരന്റെ ഉത്തരവാദിത്തം ഉണ്ടാവണമെന്ന നിബന്ധന ഇവിടെയുണ്ട്. അതിനാലാണ് തലാലുമായി നിമിഷ പങ്കാളിത്തമുണ്ടാക്കിയത്. ക്ലിനിക്ക് തുടങ്ങാനായി നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം തലാലിന് കൈമാറി. വീണ്ടും പണം ആവശ്യമായി വന്നപ്പോൾ ഭർത്താവിനും മകൾ മിഷേലിനുമൊപ്പം നിമിഷ നാട്ടിലേക്ക് വന്നു. ആദ്യം നിമിഷ മാത്രമേ മടങ്ങിപ്പോയുള്ളൂ. കുറച്ചുനാൾ കഴിഞ്ഞ് തിരികെ പോകാനായിരുന്നു ടോമിയുടെ പദ്ധതി. എന്നാൽ യമനും സൗദിയുമായി ആ സമയത്ത് ആരംഭിച്ച യുദ്ധം ടോമിയുടെ യാത്രാ പ്ലാനുകൾ തകിടം മറിച്ചു. ഇതിനിടെ യമനിലെത്തിയ നിമിഷപ്രിയയ്ക്ക് പ്രശ്നങ്ങൾ ആരംഭിച്ചു. ടോമി ഒപ്പമില്ലാത്തതിനാൽ തലാൽ നിമിഷയെ ഭാര്യയാക്കി. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തുകയും ചെയ്തു. ക്ലിനിക്കിൽ നിന്ന് ലഭിച്ച വരുമാനവും ആഭരണങ്ങളും പാസ്പോർട്ടും ഒക്കെ തലാൽ തട്ടിയെടുത്തു. ഇതോടെ നിമിഷ അധികൃതർക്ക് പരാതി നൽകി. ഇതോടെ നിമിഷപ്രിയയെ തലാൽ മർദ്ദിച്ചു. തന്റെ ജീവൻ അപകടത്തിലാവുമെന്ന് മനസ്സിലാക്കിയ നിമിഷപ്രിയ അമിത ഡോസിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് രക്ഷപ്പെടുകയായിരുന്നു. രാജ്യം വിടാനുള്ള ശ്രമത്തിനിടെ അതിർത്തിയിൽ വെച്ച് നിമിഷപ്രിയ പിടിയിലായി. നിമിഷ മയക്കുമരുന്ന് കുത്തിവെച്ചു എന്ന് അവകാശപ്പെട്ട തലാലിന്റെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിലയിലായിരുന്നു. ഇതോടെ കൊലക്കുറ്റത്തിന് നിമിഷ അറസ്റ്റിലാവുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.